അങ്ങനെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ മുമ്പേ അച്ചാർ കൊണ്ടായ ഒരാൾ 2 കിലോ ബീഫ് അച്ചാറിട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുക, അവൻ്റെ മകൻ്റെ അടുത്തേക്ക് അവർക്ക് കൊടുത്തേക്കാന്ന് തോന്നുന്നുണ്ട്. നല്ല 2 കിലോ ബീഫൊക്കെ കൊടുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ 2 പിസിലൊക്കെ കഴിപ്പിച്ച് നല്ലെണ്ണയിൽ പൊരിച്ചെടുത്ത് പൊരിച്ചപ്പോഴാണ് മനസ്സിലായത് കേട്ടോ, 2 കിലോ ബീഫൊക്കെ കൊടുന്നാൽ 1 കിലോ പോലും തേച്ചിട്ടുണ്ടാവില്ല പൊരിച്ച് കഴിഞ്ഞാൽ. തൂക്കി വെക്കുമ്പോൾ 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പിന്നെ ആർക്കെങ്കിലും അച്ചാറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി തരുന്ന നമ്പർ ഇതിൽ വെക്കുന്നുണ്ട്. നല്ല എല്ലാ അച്ചാറും കിട്ടും. വെളുത്തുള്ളി ആയാലും മാങ്ങ ആയാലും നാരങ്ങ ആയാലും ബീഫ്, ചിക്കന്, ചെമ്മീൻ, ഈത്തപ്പഴം, വെളുത്തുള്ളി നാരങ്ങ, അങ്ങനെ എല്ലാ അച്ചാറും ഏത് അച്ചാറും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ അത് ഇട്ട് തരും. പൊരിച്ച എണ്ണ കുറച്ചുണ്ടായിരുന്നു, അത് അതിൽ മിക്സായി കൊടുത്ത് മസാലപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി എല്ലാം ഇട്ട്, വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അച്ചാറിൽ. അങ്ങനത്തെ കേട് കൂടാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫൈനലി നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളെ ബിസിനസ് വിജയിച്ച് പോവുക. ഓക്കെ, അങ്ങനെ നമ്മൾ അച്ചാർ ഫൈനലി ബീഫൊക്കെ ഇട്ടു. ബീഫ് എന്ന് പറയുമ്പോൾ പോത്താണ് കേട്ടോ, പോത്തിറച്ചിയാണ്. ഓക്കെ, ബൈ.